അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും തമ്മിൽ വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ ചൊല്ലി നടക്കുന്ന ചർച്ചകളും. നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഘടനയും വിമർശിക്കപ്പെടാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മളുമായി ബന്ധപ്പെട്ട സംഘടനകളാണ്. ഒന്ന്, മഹാന്മാരായ മഹാന്മാരായ ആലിമീങ്ങൾ, മഹത്തുക്കളായ വ്യക്തിത്വങ്ങൾ സ്ഥാപിച്ച് ഏറെ ശ്രേഷ്ഠതയുള്ള പണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ സാരഥികളായിരുന്നവരെ എല്ലാവർക്കും എക്കാലവും അറിയാം. ബഹുമാന്യനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പിന്നീട് ഇങ്ങോട്ട് വന്നാൽ മറ്റേ ഇവിടെ ആനക്കര മൊയ്തീൻകുട്ടി മുസ്ലിയാർ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, ജിഫിരി, മറ്റേ ബഹുമാന്യനായ അസ്ഹരി തങ്ങൾ, അങ്ങനെ കുറേ അധികം സാദാത്യങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും നേതൃത്വം കൊടുത്ത് അവരുടെ നേതൃത്വത്തിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരു സംഘടനയാണ്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ആ സംഘടനയ്ക്ക് അതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെയും ഇതുവരെയും ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. രാഷ്ട്രീയമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഇന്ന് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ പറയുന്നത് സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവുമാകാമെന്നാണ്. അത് ആ പറയുന്നതിൽ അർത്ഥമില്ല, അതങ്ങനെ പറയുന്നത് ശരിയുമല്ല. കാരണം സമസ്തയ്ക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ സമസ്തയിലുള്ള ആലിമീങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ സമസ്തയ്ക്കും രാഷ്ട്രീയമുണ്ടല്ലോ. സമസ്തയിലുള്ള ആലിമീങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുള്ളവരാ. അവരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൊടി പിടിക്കുകയോ അതിനുവേണ്ടി ചുവരെഴുതാൻ നടക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനോട് ഏറെ കൂറ് കാണിക്കുന്നവരും അതിവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവരും അതിനുവേണ്ടി ആളുകളോട് പറയുകയും ഉപദേശിക്കുകയും ചെയ്തവരുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തിനാ ഇപ്പോൾ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവും ആകാം എന്നൊക്കെ പറയുന്നത് എന്തിനാ? വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവുമാകാം എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ പ്രവർത്തിച്ചോളൂ, എവിടെയും ഏതിലും പ്രവർത്തിച്ചോളൂ എന്ന് പറയാനോ പണ്ഡിത സംഘടനയ്ക്ക് പാടുണ്ടോ? പണ്ഡിത സംഘടന പറയുന്ന ഏത് പ്രവർത്തനവും ഏത് വാക്കും പണ്ഡിതോചിതമായിരിക്കണം. പണ്ഡിതോചിതമായ വർത്തമാനങ്ങളെ പണ്ഡിത സംഘടന പറയാവൂ. അതിന് നേതൃത്വത്തിലിരിക്കുന്നവരും അങ്ങനെ പറയാവൂ. അല്ലാതെ സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവുമാകാമെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ എന്താണ് ഉമർ ഫൈസി മുക്കം ഇടതുപക്ഷത്തിനോട് ചാരിയതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാലേ രക്ഷ കിട്ടൂ എന്ന് പറഞ്ഞതും എന്താ തെറ്റിരിക്കണത്? ഏത് രാഷ്ട്രീയമാകാമല്ലോ. ഏത് രാഷ്ട്രീയവുമാകാമെങ്കിൽ അങ്ങനെ അദ്ദേഹം പറയുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ അങ്ങനെയില്ല, ഏത് രാഷ്ട്രീയവുമാകാമെന്ന് സമസ്തയ്ക്ക് ഏത് രാഷ്ട്രീയവും പാടില്ല, സമസ്തയിലുള്ള വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവും പാടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മനുഷ്യന്മാരെ ദീനിലേക്ക് നയിക്കുന്ന യഥാർത്ഥ മാർഗത്തിൽ നയിക്കേണ്ടവരാ. അപ്പോൾ അവരുടെ പ്രവർത്തനം യഥാർത്ഥമായിരിക്കണം, അവരുടെ വാക്കുകൾ ഹക്കായിരിക്കണം. ഹക്കായ വാക്കുകളെ അവർ സംസാരിക്കാവൂ. പൊതിഞ്ഞു കെട്ടി വർത്തമാനം പറയുകയോ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. സമസ്ത ഉലമാ സംഘടനയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനവും ഉലമാക്കന്മാർക്ക് യോജിച്ചതാകണം.
അല്ലാതെ അതിലുള്ള മുഷാവറയിൽപ്പെട്ട ആളുകൾ നിരീശ്വരവാദ നിർമ്മത പ്രവർത്തനത്തിന് പാർട്ടികൾക്ക് പ്രവർത്തിക്കാമെന്നും തൽക്കാലം നമ്മുടെ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി ഏത് കണിയാനെ കൊണ്ടും കൂടെ നിൽക്കാം എന്ന് പറയുന്നത് ശരിയല്ല. അത് ശരിയല്ല. ലീഗിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ലീഗിനെ പറഞ്ഞ് നേരെയാക്കാം, അല്ലെങ്കിൽ ലീഗിനെ പോലെയുള്ള സംഘടനകൾക്കും ആകാം. ഇതല്ലാതെ നിരീശ്വരവാദ പ്രവർത്തനത്തിലേക്കും പാർട്ടിയിലേക്കും പ്രവർത്തിക്കാം, ഏത് പാർട്ടിയിലും സംസ്ഥയിലുള്ള വ്യക്തികൾക്ക് പ്രവർത്തിക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് കഴമ്പില്ല, അത് വളരെ നിരുത്തരവാദിത്വമായ വർത്തമാനമാണ്. കാരണം സമസ്തയ്ക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ സമസ്തയിലുള്ള ആലിമീങ്ങളും സാധാരണക്കാരുമാണ്. അവർ മതബോധമുള്ളവരാണ്. മതബോധവും ദീനീബോധവും ഇല്ലാത്തൊരു സമസ്തയിലില്ല. അപ്പോൾ അത്തരക്കാർക്ക് ദീനിന് യോജിച്ച അനുയോജ്യമായ ഈ കുറേ ശതമാനമെങ്കിലും യോജിക്കുന്ന പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിലാണ് പ്രവർത്തിക്കേണ്ടത്. 100% ശരീരത്തിന് യോജിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നില്ല, വേണ്ട. 80% ഉണ്ടോ? ഇല്ല. എന്നാൽ 50% ഉണ്ടോ? ശതമാനം അനുസരിച്ച്, എത്ര ശതമാനം അനുസരിച്ച് നമുക്ക് യോജിച്ച പ്രവർത്തിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ ഉള്ളതിൽ നമ്മൾ പ്രവർത്തിക്കണം. അതല്ല സമസ്ത പറയേണ്ടത്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ വന്നതോടുകൂടെ സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം, സ്ഥാപിത താല്പര്യം അത് മാറിപ്പോകുന്നു. വേറെ റൂട്ടിൽ അത് സഞ്ചരിക്കാൻ ഇടവരുമ്പോൾ അതിലുള്ള മഹാന്മാരായ തങ്ങന്മാർ, അത് കേരളക്കരയിലെ പണ്ഡിതന്മാർ ഒന്നടങ്കം, മുജാഹിദാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും ദക്ഷിണയാണെങ്കിലും സമസ്ഥാനയാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സാദാത്യങ്ങളെ ബഹുമാനിക്കാത്തവരോ അംഗീകരിക്കാത്തവരോ കേരളക്കരയിലില്ല. അഥവാ ഉണ്ടെങ്കിൽ അവർ നിരീശ്വരവാദികളാണ്, അവർ രാജ്യത്തിൻ്റെ ദീനിൻ്റെ ശത്രുക്കളാണ്, ദീനീ വിരുദ്ധരാണ്. അല്ലാതെ ദീനുള്ളവരും ദീനീ കൂറുള്ളവരും സമുദായ സ്നേഹമുള്ളവരും എന്താണ്? അവർ പാണക്കാട്ട് തങ്ങന്മാരെ കേരളത്തിൽ അംഗീകരിച്ച ഒരു പറ്റം ആലിമീങ്ങളുടെ വാരിധ്യങ്ങളാണ്. പാണക്കാട് തങ്ങന്മാരെ അംഗീകരിച്ച ഒരു പറ്റം ആലിമീങ്ങളുടെ, ഒരു പറ്റം സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും വാരിധ്യങ്ങളാണ് ഇന്നുള്ളവരും. അങ്ങനെ ആകണം. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോകുന്നത് ശരിയല്ല. അവർക്കങ്ങനെ പോകാൻ പാടില്ല. അതിന് ചില അതിരുവരമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു വെച്ചതാ. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണെങ്കിലും ഈ അടുത്ത കാലത്ത് സ്റ്റേജിൽ സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി അവിടെ വെച്ച് മരണപ്പെട്ട KT മാനു മുസ്ലിയാരാണെങ്കിലും അതുപോലെ തന്നെ വാപ്പു മുസ്ലിയാരാണെങ്കിലും എല്ലാവരും ഈ കാഴ്ചപ്പാടിലാണ് നിന്നവർ. അവരൊന്നും കമ്മ്യൂണിസ്റ്റ് ആലയത്തിലേക്ക് സമസ്തയെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിച്ചിട്ടില്ല. നിരീശ്വരവാദികളുമായി കൂട്ടുകൂടാൻ അവർ തയ്യാറായിട്ടില്ല. അവരൊക്കെ തയ്യാറായത് ശംസുൽ ഉലമയാണെങ്കിലും അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണെങ്കിലും ആനക്കരയാണെങ്കിലും കാളമ്പാടി ആരാണെങ്കിലും സയ്യിദ് അസ്ഹരി തങ്ങളാണെങ്കിലും മഹാനായ മരണപ്പെട്ട മഹാനായ സംസ്ഥയുടെ പ്രസിഡന്റായിരുന്ന സദഖത്തുള്ള മൂപ്പരാണെങ്കിലും ഇവരൊക്കെ സഞ്ചരിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനോട് ചേർന്നാണ്. മുസ്ലിം ലീഗ് ഒരു ഭാഗത്തും സമസ്ത ഒരു ഭാഗത്തും. ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം സമസ്തയും മത രാഷ്ട്രീയ കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മുസ്ലിം ലീഗും. ഇതിനെ ഇങ്ങനെ തലോടി തഴുകിക്കൊണ്ട രണ്ട് കൂട്ടരും പോയത്. അതിൻ്റെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ലീഗ് എന്ത് ഗുണം ചെയ്തു എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നവർ ഒരു പറ്റം വിവരദോഷികളും വെറുപറ്റം നന്ദിയില്ലാത്തവരും മുസ്ലിം ലീഗിനെ പരിചയമില്ലാത്തവരുമായ ഒരു പറ്റം വിവരദോഷികളുടെ ചോദ്യമാണ് മുസ്ലിം ലീഗ് എന്ത് ചെയ്യുമെന്ന്. മുസ്ലിം ലീഗ് അല്ലാതെ ആരാ ചെയ്തെവിടെ? മുസ്ലിം ലീഗ് അല്ലാതെ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാവുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ? കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പ്രേരണയിൽ, അതല്ലേ സത്യം, അതല്ലേ ശരി. കമ്മ്യൂണിസം ശരിയത്ത് തന്നെ മാറ്റണമെന്ന് പറഞ്ഞതല്ലേ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശരിയത്ത് ഭേദഗതി ചെയ്യണം, ശരിയത്ത് നമുക്ക് പറ്റിയതല്ല, ശരിയത്ത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് ആദ്യം ഈ ശരിയത്ത് പ്രശ്നം ഉണ്ടാക്കിയത് എം ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ? അദ്ദേഹത്തിൻ്റെ പിൻഗാമികളല്ലേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ? അതോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വല്ല ശുദ്ധീകരണം നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരും കാരൽ മാർക്സിൻ്റെ മാർക്സിസമാണ് അംഗീകരിക്കുന്നത്. എംഗൽസിൻ്റെ ലെനിൻ്റെ ആ കമ്മ്യൂണിസമാരോ അവരൊക്കെ അംഗീകരിക്കണേ. കമ്മ്യൂണിസത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല.
എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ് ശരീഅത്ത് ഭേദഗതി ചെയ്യണം, കാലോചിതമായ ശരീഅത്താക്കണം. ഈ നിയമം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഈ സമുദായത്തിന് ഇന്ന് അനുഭവിക്കുന്ന ഈ നിയമങ്ങൾ ഒരിക്കലും ഈ രാജ്യത്ത് വച്ചു ഉറപ്പിക്കാൻ പറ്റിയതല്ല, ഭേദഗതി ചെയ്യണമെന്ന് ആദ്യമായി പറഞ്ഞത് മോദിയല്ല, ആദ്യം പറഞ്ഞത് അതുപോലെ തന്നെ അമിത്ഷായുമല്ല, ആദ്യം പറഞ്ഞത് RSSകാരുമല്ല, ആദ്യം പറഞ്ഞത് എം ശങ്കരൻ നമ്പൂതിരിപ്പാടാ. എന്നാ മറന്നുപോയോ? ബാബരി മസ്ജിദിന്റെ വിഷയം തന്നെ, ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് ആദ്യമായി തിരൂരിൽ പ്രസംഗിച്ചതും എം ശങ്കരൻ നമ്പൂതിരിപ്പാടാ. മറച്ചു വെക്കാൻ പറ്റുമോ? മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ. മാതൃഭൂമിയിലെ ഫോട്ടോ സഹിതമുള്ള വാർത്ത പേജും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം തിരൂരിലാണ് അങ്ങനെ പ്രസംഗിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, കമ്മ്യൂണിസം എന്നത് ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പുൽകാൻ പറ്റിയതോ സ്വീകരിക്കാൻ പറ്റിയതോ അല്ല. അപ്പോൾ ഇന്നത്തെ സമസ്ത മുഷാവറയിലുള്ള ആലിമീങ്ങൾ എന്ന് പറയുകയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് നടക്കും, അതുകൊണ്ടാകാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുക? അതൊരു കുപ്പിയിൽ രണ്ടെണ്ണയല്ലേ? അത് പറ്റൂലല്ലോ. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തഴുകി തലോടി അതിനോട് ചേർന്ന് നിന്നാണ് പണ്ഡിതന്മാർ മുഴുവനും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇതിൽ നിന്ന് സമസ്തയിൽ നിന്ന് ഏതോ കാരണത്താൽ പുറത്തുപോയ ഒരു വിഭാഗം അവരുടെ നിലനിൽപ്പിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയും കോണിക്കോട്ട് ചെയ്താൽ ആഖിറത്തിൽ ഹിസാബ് പറയേണ്ടി വരുമെന്ന് പ്രസംഗിക്കുകയും അങ്ങനെ കുറേ മൊയ്ലിയാമാർ കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അത് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ നിങ്ങൾ തന്നെ ഈ അരിവാൾ സുന്നി എന്നും പറഞ്ഞ് എഴുതി തള്ളിയതുമാണ്. ആ നിങ്ങൾ എഴുതി തള്ളിയ അരിവാൾ സുന്നി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി തള്ളിയ ആളുകളെ അതാണ് ശരിയെന്ന് ഇന്ന് നിങ്ങൾക്ക് പറയാൻ ലജ്ജയില്ലേ? ഉമർ ഫൈസി പോലെയുള്ള ആളുകളോട് ചോദിക്കുക, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇവർ അരിവാൾ സുന്നിയാണ്, പറ്റൂലെന്ന്. ഇത്രയും കാലം പറ്റൂലെന്ന് മാത്രമാണ് എന്തെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ കാന്തപുരത്തിനെതിരെ പറഞ്ഞു. കാന്തപുരത്തിൻ്റെ മുടിക്കഥ പറഞ്ഞു, കാന്തപുരത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങൾ, അതൊക്കെ നിങ്ങൾ മറന്നോ? അരിവാൾ സുന്നിയായിട്ട് മുദ്ര കുത്തിയത് നിങ്ങളല്ലേ, എന്നിട്ട് മറന്നോ? ആ വിഭാഗം ഇന്ന് മുസ്ലിം ലീഗിനെതിരെ തിരിയുക, മുസ്ലിം ലീഗിനെ ചെറുതാക്കുക. മുസ്ലിം ലീഗ് ഒന്നും ഈ രാജ്യത്ത് ചെയ്തില്ല. ഈ മുസ്ലിം ലീഗ് ചെയ്യാനെന്തിരിക്കുന്നു? താടിയും നിലയും കെട്ടിയിട്ട് നിങ്ങൾ ഈ അടുത്ത ദിവസം പിണറായിയുടെ വീട്ടിൽ പോയില്ലേ? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ പോയില്ലേ? നമ്മുടെ അമ്പലക്കടവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ സ്ഥാപനത്തിൽ നടന്ന മകളെ 2 സ്ഥലത്ത് ഒപ്പിട്ടതും ശമ്പളം പറ്റിയതും കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയും അഴിമതിയും നടത്തിയതും മൂടി വെക്കാനും അതൊരു കേസാക്കരുതെന്നും ആ വിഷയത്തിൻ്റെ പേരിൽ മൊയ്ലിയാരുടെ പേരിൽ നടപടി ഉണ്ടാകരുതെന്നും പിണറായി വിജയനോട് പറയാൻ സാക്ഷാൽ ഉമർ ഫൈസിയും ഈ അമ്പലക്കടവും എല്ലാം കൂടി പിണറായിയുടെയൊക്കെ പോയില്ലേ? അങ്ങനെ പിണറായിയുടെ അടുക്ക പോയി ആ നട കയറാൻ, ആ റൂമിൽ കയറാനുള്ള സ്വാതന്ത്ര്യം താടിയും തലയെക്കെട്ടും വെച്ച് നിങ്ങൾക്ക് വാങ്ങിത്തന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. അതുണ്ടായി ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്നും കാല് വിറച്ചിട്ട് ഒരു സെക്രട്ടേറിയറ്റിലോ ഒരു മന്ദിരത്തിലോ കയറിയിട്ടില്ല, പോയിട്ടുമില്ല. അഥവാ പോയാൽ നിങ്ങളുടെ പേരും ഇങ്ങനെയല്ല. ആ താടിക്കാരനെ വിളിക്ക്, ആ തലയെക്കെട്ടുകാരനെ കൂടെ മാറിക്ക്, ആ ഉമ്മാച്ചു, അല്ല താത്താമാരെ ചെന്ന് ഞാൻ ഇതിനെ ഉമ്മാച്ചു എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നേ. നിങ്ങൾക്കൊന്നും ഒരു കസേര, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു കസേര ഗവൺമെൻറ് ഓഫീസുകളിൽ കിട്ടിയിരുന്നില്ല. സെക്രട്ടേറിയറ്റിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല, മന്ത്രിമന്ദിരത്തിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. അതൊക്കെ ഒരു വരേണ്യവർഗത്തിൻ്റെ കുത്തകയായിരുന്നു. ആ വരേണ്യവർഗത്തിൻ്റെ കുത്തകയായിരുന്ന ആ മന്ത്രിമന്ദിരവും സെക്രട്ടേറിയറ്റും ഗവൺമെൻറ് ഓഫീസുകളും നിങ്ങൾക്ക് താടിയും തലയെക്കെട്ടും വെച്ച് യഥേഷ്ടം കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ്. മറന്നാൻ പറ്റുമോ? മറന്നിട്ട് തലമറന്ന് എണ്ണ തേച്ചാൽ പറ്റുമോ? മുസ്ലിം സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, പിന്നെയോ വ്യക്തികൾക്ക് ഏത് രാഷ്ട്രീയവുമാകാം. അങ്ങനെ ഏത് രാഷ്ട്രീയമാകണം? എങ്ങനെയാ? മുസ്ലിമിന് ഏത് രാഷ്ട്രീയമാകാൻ പറ്റുമോ? മുസ്ലിമിന് ഏത് വസ്ത്രവും ധരിക്കാൻ പറ്റുമോ? മുസ്ലിമിന് ഏത് ഭക്ഷണവും കഴിക്കാൻ പറ്റുമോ? മുസ്ലിമിന് ഏത് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഏത് വസ്ത്രവും ധരിക്കാൻ പറ്റൂല, ഏത് രാഷ്ട്രീയവും പറ്റൂല, എവിടെയും കിടന്നുറങ്ങാൻ പറ്റൂല, എങ്ങനെയും ഉറങ്ങാൻ പറ്റൂല, എങ്ങനെയും കുളിക്കാൻ പറ്റൂല, എങ്ങനെയും നനയ്ക്കാൻ പറ്റൂല. എന്ത് ചെയ്യണം? ഒരു കംപ്ലീറ്റ് ലോ തിയറി ഉണ്ട്.
ഇസ്ലാമിന് ആ കംപ്ലീറ്റ് തിയറി ഫോളോ ചെയ്തുകൊണ്ട് വേണം മുസ്ലിം ജീവിക്കാൻ. രാഷ്ട്രീയത്തിലും അങ്ങനെ വേണം, തെരഞ്ഞെടുപ്പിലും അങ്ങനെ വേണം. അല്ല, തെരഞ്ഞെടുപ്പ് മാത്രമേ എൻ്റെ ഇഷ്ടത്തിന് പടച്ചവനെ ജീവിക്കട്ടെ, ബാക്കിയുള്ള കാര്യമൊക്കെ നിന്റെ ഇഷ്ടത്തിന്, അങ്ങനെയൊന്നും അള്ള പറഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധ ദീൻ പറഞ്ഞത്, ആദരവായ നബി പഠിപ്പിച്ചത് മുസ്ലിം ആണോ, എന്നാൽ നിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലില്ലാഹിക്ക് അനുയോജ്യമായ രീതിയിൽ വേണം എന്നാണ്. അത് 100% നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞോ, അത് വേറെ കേസ്. പക്ഷേ ഒരു പൊതുപ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട്, ആത്മീയ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്ന അപകടമാണ്. അത് ഇന്നിപ്പോൾ സമസ്ത മുഷാവറയിലെ 1-2 വ്യക്തികൾ, വളരെ കുറച്ച് ആൾക്കാരായി കമ്മ്യൂണിസത്തിന് വേണ്ടി കമ്മ്യൂണിസത്തിൻ്റെ ആലയത്തിൽ സമസ്തയെ കൊണ്ടുപോയി കെട്ടണമെന്ന് വാദിക്കുന്നവർ, അതിലെ രക്ഷയുള്ളെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കൂടുതലും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരെ അംഗീകരിക്കുന്നവരാ. പാണക്കാട് തങ്ങന്മാരിൽ ഒരു 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 ഇത് നേതൃത്വം കണ്ട്, ആ നേതൃത്വത്തിന് പറ്റിയ ഒരു നേതൃത്വം ഭൂലോകമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പാണക്കാട്ട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ PMS ആണെങ്കിലും, PMS പൂക്കോയ തങ്ങൾ ഉണ്ടായത് ആ കരങ്ങളിലല്ലേ. PMS മുസ്ലിം ലീഗിലേക്ക് വന്നു എന്ന് അറിഞ്ഞപ്പോഴല്ലേ മുസ്ലിം ലീഗ് ആവേശം വന്നത്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ആ ചേർത്ത് പിടിക്കലല്ലേ ഈ സമുദായം ഈ മുസ്ലിം ലീഗിനെ അണച്ചുകൂട്ടിയത്. ആ മുസ്ലിം ലീഗിലേക്ക് പിന്നീട് വന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ലേ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം ആളിക്കത്തിക്കാൻ അവരുടെ നാവ് കാരണമായിട്ടുണ്ടോ? അവരുടെ നാവ് മുഴുവനും ഈ സമുദായ ഐക്യവും സ്നേഹവും മമതയും കാരുണ്യവും ആണ് ഉണ്ടായിരുന്നത്. കാരുണ്യം, കരുണ, അതാണ് തങ്ങൾ. പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ കരുണ, പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം, പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ ശാന്തി. അതല്ലേ അവരുടെ പാരമ്പര്യം. അങ്ങനെ തന്നെ ഹൈദരലി തങ്ങളാണെങ്കിലും, ഇന്ന് നിലകൊള്ളുന്ന സാദിഖ് അലി തങ്ങളാണെങ്കിലും വ്യക്തമായ അഭിപ്രായം പറയുന്ന, വ്യക്തമായ കാഴ്ചപ്പാടുള്ള അവരെയൊക്കെ പുച്ഛിക്കുക. എന്തിൻ്റെ പേരിൽ? അവർ ക്രിസ്മസിൽ പങ്കെടുത്തു. ക്രിസ്മസിൽ ക്ഷണിക്കണമെങ്കിൽ, ക്രിസ്മസിൽ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കണമെങ്കിൽ, അതിൽ പോകണമെങ്കിൽ അതിൻ്റേതായ മര്യാദയും മാന്യതയുള്ളവരെ ക്ഷണിക്കുള്ളൂ. അതിൻ്റെ മാന്യതയും മര്യാദയുള്ളവർക്ക് പോകാം. അതിൽ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കണേ? ഇങ്ങനെയുള്ള ചെറിയ അല്ലറയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും ഈ സമുദായത്തിൻ്റെ പൊതുവായ നന്മ, ഈ സമുദായത്തിൻ്റെ ഇവിടുത്തെ നിലനിൽപ്പ് അത് ആവശ്യമാണെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. മുസ്ലിം അതുപോലെ ക്രിസ്മസ്, ഓണത്തിന് പോയാൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഓണത്തിന് പറ്റൂല, ഓണം പറ്റൂല, ഇത് പറ്റൂല. എന്താണ് ഈ കേൾക്കണത്? ഏത് രാജ്യത്ത് നിന്നാ ഓണം പറ്റൂല, ക്രിസ്മസിന് പറ്റൂ എന്നൊക്കെ പറയുന്നത്? ഏത് രാജ്യത്ത് നിന്നാ? കേരളത്തിൽ നിന്നിട്ടാണോ? ഇന്ത്യയിൽ നിന്നിട്ടാണോ? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിനു വേണ്ടി ജീവിച്ച് മരിച്ച മഹാരഥന്മാരായ ആലിമ്യങ്ങളുടെ പാതയ്ക്കത് എതിരല്ലേ? അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതിനത് എതിരല്ലേ? പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് എന്താ? അത് വിശാലമല്ലേ? ഇന്നൊരു മുസ്ലിയാർ സമസ്തയുടെ പ്രാസംഗികനാണെന്നാണ് പറയുന്നത്. സമസ്തയുടെ പ്രാസംഗികനാണെന്നാണ് പറയുന്നത്. ലജ്ജയില്ലേ സമസ്തക്ക്? ബഹുമാനപ്പെട്ട സമസ്ത, ഞങ്ങളൊക്കെ ബഹുമാനത്തോടുകൂടെ സമസ്തയെ കാണണേ. ഞങ്ങൾക്ക് ബഹുമാനത്തോടുകൂടെ സമസ്തയെ കാണാൻ കഴിയൂ. സമസ്തയെ ചെറുതാക്കി കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. സമസ്ത എന്ന് പറയുന്ന ആദരവാക്കപ്പെട്ടൊരു സംഘടന, അതിനെ ഒരിക്കലും ചെറുതായി കാണാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ മഹത്വവൽക്കരിച്ച് തന്നെ അതിനെ കാണാൻ പറ്റുള്ളൂ. അതിരിക്കുന്ന നേതാക്കന്മാരെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇന്ന് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് മഹാനായ ഷെയ്ഖുൽ ജാമിഉ, ബഹുമാന്യനായ ഉസ്താദ് ഷെയ്ഖുന അവിടെ ഇരിക്കുന്നുണ്ട്. ആർക്കാ ചെറുതാക്കി കാണാൻ കഴിയുക? തങ്ങളെ ചെറുതാക്കി കാണാൻ ആർക്കാ കഴിയുക? അങ്ങനെ ഒരുപാട് ആലിമ്യങ്ങൾ ഇതിൻ്റെ അകത്തില്ല. ആർക്കാ ചെറുതാക്കി കാണാൻ കഴിയുക? ഒരു സമൂഹത്തെയും സമുദായത്തിനും ഇസ്സത്തും പേരും പെരുമയും ഉണ്ടാക്കി ഒരു കാഴ്ചപ്പാടുണ്ടാക്കി തന്ന ബഹാവുദ്ദീൻ കൂരിയാരനെ ചെറുതാക്കി കാണാൻ പറ്റുമോ? ഡോക്ടറേറ്റ് ബിരുദത്തോടുകൂടെ ഈ കേരളത്തിൽ ഈ സമസ്ത ഉണ്ടാക്കിയ രൂപം കൊടുത്ത സുപ്രഭാതം, അതിൻ്റെ എഡിറ്ററായിരിക്കാൻ ഒരു തികഞ്ഞ വിവരമുള്ള ഒരാളെ കിട്ടണ്ടേ? അത് ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാടല്ലാതെ ആരാ ഉള്ളത്? അദ്ദേഹത്തെ നമുക്ക് നിസ്സാരനായി കാണാൻ പറ്റുമോ? അദ്ദേഹം ലീഗുകാരനാണെന്ന് വിചാരിച്ച് അദ്ദേഹം ലീഗുകാരനായി പോയി. എന്തുകൊണ്ട് അദ്ദേഹം ലീഗുകാരനായി? കണ്ണിയത്ത് ലീഗുകാരനായതുകൊണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ലീഗുകാരനായി? കാളമ്പാടി ലീഗുകാരനായതുകൊണ്ട്.
അദ്ദേഹം എന്തുകൊണ്ട് ബഹാവുദ്ദീൻ കൂരിയാട് ലീഗുകാരനായി? ആനക്കര ലീഗുകാരനായതുകൊണ്ട്. ബഹുമാന്യനായ ബഹാവുദ്ദീൻ കൂരിയാട് എന്തുകൊണ്ട് ലീഗുകാരനായി? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ലീഗുകാരനായതുകൊണ്ട്. ബഹുമാന്യനായ ബഹാവുദ്ദീൻ കൂരിയാട് നദ്വി എന്തുകൊണ്ട് മുസ്ലിം ലീഗുകാരനായി? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗുകാരനായതുകൊണ്ട്. പാണക്കാട് PMSA പൂക്കോയ ആറ്റക്കോയ തങ്ങളുടെ മകനൊക്കെ ആ പരമ്പരയിലുള്ള PMSA പൂക്കോയ തങ്ങൾ ലീഗുകാരനായതുകൊണ്ട് അദ്ദേഹം ലീഗുകാരനായി. ആ ലീഗുകാരനായി എന്നുള്ള ഒറ്റ കുറ്റത്തിന് അദ്ദേഹത്തെ അങ്ങോട്ട് തൊലി ഉരിക്കുക, അദ്ദേഹത്തിന് കത്ത് കൊടുക്കുക. 48 മണിക്കൂറുള്ള മറുപടി പറഞ്ഞു. എന്താ ചെയ്തത്? സബീഉൽ മുബിഖാത്ത് അദ്ദേഹം എഡിറ്ററായിരിക്കുന്ന പ്രസ്ഥാനത്തിലെ പത്രത്തില് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ന്യൂസ്, ഒരു ലേഖനം കൊടുക്കാൻ അദ്ദേഹം എഴുതി കൊടുത്ത ലേഖനം പ്രസിദ്ധീകരിച്ചില്ല. അങ്ങനെ ആ സുപ്രഭാതം എന്ന പത്രത്തിൻ്റെ വിഭാഗത്തിൽ നിന്ന് തഴയുകയും ഒറ്റപ്പെടുത്തുകയും കൊച്ചാക്കുകയും ചെയ്യുന്ന ആ അവഗണന സഹിക്കവയ്യാതെ വിഷമിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ദുബൈയിലെ എഡീഷനിൽ ഉദ്ഘാടനം പങ്കെടുക്കാൻ അദ്ദേഹം പോയില്ല. എന്തുകൊണ്ട് പോയില്ല? എന്നെ അവർ അംഗീകരിക്കുന്നില്ല, ഞാനതിൻ്റെ എഡിറ്ററാണെന്ന ബോധം പോലും അവർക്കില്ലാതെയാണ് അവർ പെരുമാറുന്നത്. അങ്ങനത്തെ ഒരു സുപ്രഭാതത്തിന് ഇതിന് ഞാനെന്തിനു പോകണം? പോയില്ല. ആ ഒരു കാര്യം അദ്ദേഹം ചെയ്ത് പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പോകരുതെന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയില്ല. അദ്ദേഹത്തിന് ഉടനെ കാരണം കാണിക്കൽ നോട്ടീസ്. കാരണം എന്ത് കാരണം കാണിക്കണം? ആർക്കാ കാരണം കാണിക്കാൻ നോട്ടീസ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമാവലികളെയും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമായ പല വിഷയങ്ങളെയും പച്ചയ്ക്ക് നിഷേധിച്ചുകൊണ്ട് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകൻ, ഖുർആൻ പ്രഭാഷകൻ, അയാൾക്കെതിരെ നിങ്ങൾ നോട്ടീസ് കൊടുക്കേണ്ടതല്ലേ? എന്ന് കൊടുക്കണം. കഅബ വെറും കല്ലും മണ്ണുമാണ്, അതിലൊരു ശ്രേഷ്ഠതയില്ല എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തോ? സമസ്തയുടെ പ്രഭാഷകൻ എന്നല്ലേ അറിയപ്പെടുന്നത്. ഞങ്ങൾക്ക് അയാൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം സമസ്തയുടെ പ്രഭാഷകനല്ലേ. ആ സമസ്തയുടെ പ്രഭാഷകനായ ആളല്ലേ പറയുന്നത് കഅബ വെറും മണ്ണും കല്ലുമാണ്, ഒരു പ്രത്യേകതയില്ല. ആ പ്രഭാഷകനല്ലേ പറയുന്നത് മദീനയെയും മക്കത്തേക്കും പോകുന്നതിൽ യാതൊരു പുണ്യവുമില്ല, മദീനയെയും മക്കത്തേക്കും പോകുന്നതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിഡ്ഢികളാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. നോട്ടീസ് കൊടുത്തോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനം? അവരില്ലാഹി മനസ്തതഅലൈഹി, നിങ്ങൾക്ക് ആവതുണ്ടെങ്കിൽ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ 5ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, അടിസ്ഥാന നിയമമാണ്. ആ അടിസ്ഥാന നിയമം ആകുന്ന മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാന്ന, മക്കയിൽ മദീനയിൽ പുന്നാര നബിയുടെ റൗള കാണുക. മൻ സാറനി ബഅദ വഫാത്തി ഫകഅന്നമാ ഫീ ഹയാത്തി, എൻ്റെ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണ് റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്ത് ചെയ്താൽ. വജബത്ത് ലഹു ശഫാഅ എന്ന് വേറെ കാണാം. അങ്ങനത്തെ പുന്നാര നബിയുടെ റൗള സന്ദർശിക്കലും മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും മക്കത്തേക്ക് പോവുകയും ചെയ്യുന്നതിൽ ഒരു പുണ്യവുമില്ല. മക്കയിലേക്കും മദീനയിലേക്കും പോകുന്ന യാത്രയിൽ വല്ല പുണ്യമുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ ഏറ്റവും വലിയ വിഡ്ഢികളാണ് എന്നല്ലേ സമസ്തയുടെ പ്രഭാഷകൻ പ്രസംഗിച്ചത്. ഇതിനെതിരെ നിങ്ങൾ ഫോൺ കോളെങ്കിലും ചെയ്തോ? എന്താ സുഹൃത്തെ നിങ്ങളിങ്ങനെ പറയുന്നത് ചോദിച്ചോ? ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ മക്കയ്ക്ക് പുണ്യം. ലാഖുസ് ബിഹാദൽ ബലദ് ഉൾപ്പെടെ എന്തോരം ആയത്തുകളാ ഖുർആൻ മക്ക രാജ്യം ഉമ്മുൽ ഖുറ വിശേഷിപ്പിക്കപ്പെട്ടത്. മനുഷ്യന്മാരിൽ ഏറ്റവും കൊള്ളാവുന്നവർ മക്കക്കാരാണെന്ന് മുഹമ്മദ് നബി. ആ മക്ക രാജ്യത്തെ അല്ലേ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞതൊന്നും ചോദിച്ചോ? നിങ്ങൾ ഫോൺ കോൾ ചെയ്തോ? ഒരു നോട്ടീസ് അയച്ചോ? ബഹാവുദ്ദീൻ കൂരിയാട് നോട്ടീസ് അയച്ചു. എന്താ? അല്ല ലീഗുകാരനാണ്. ലീഗുകാരെ ഞങ്ങൾ വിടൂല. ലീഗുകാരെ നിങ്ങൾ വിടാതെ ലീഗിൻ്റെ പുറകെ കൂട്ടിയിട്ട് എന്തോ നേടാനാ? ഒന്നും നേടാനില്ല. ലീഗ് ഇതിലും വലിയ ശത്രുക്കളെയും ഇതിന് വലിയ പ്രശ്നമൊക്കെ കണ്ടതാ. അത് അതിൻ്റെ വഴിക്ക് പോകും. അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ പടപ്പെ പിടിച്ച് കുലുക്കലൊന്നും കണ്ട് കുലുങ്ങുന്നതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താണെന്ന് അറിയണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടെ ഒന്ന് പ്രവർത്തിച്ചു നോക്കണം. അപ്പോഴാ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോഴാ E.T. മുഹമ്മദ് ബഷീർ ഈ രാജ്യത്തിന് ചെയ്ത ഗുണം എന്താണെന്ന് മനസ്സിലാക്കുക.
രണ്ടാറുകരയിൽ, എൻ്റെ നാട് മൂവാറ്റുപുഴയ്ക്കടുത്ത രണ്ടാറുകരയാണ്. ആ മൂവാറ്റുപുഴയുടെ ടൗണിലും രണ്ടാറുകരയിലും അടുത്ത പരിസര പ്രദേശത്തുമായിട്ട് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനമാണ് E.T. മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്ന് അറിയോ? അങ്ങനെ ഈ കേരളത്തിൽ എവിടെയൊക്കെയാണ് കിട്ടാത്തത്? ആർക്കാ കൊടുത്തത്? മുസ്ലിങ്ങൾക്ക് മാത്രമോ? അല്ല, കാലടിയിൽ കൊടുത്തില്ലേ? അങ്ങനെ എല്ലാ സ്ഥലത്തും. ആരാ മുസ്ലിം ലീഗ് ഗുണം ചെയ്തില്ല എന്നുള്ളത്? അപ്പം മുസ്ലിം ലീഗുകാരനായിപ്പോയി എന്ന കുറ്റത്തിന് ബഹാവുദ്ദീൻ കൂരിയാടിന് നോട്ടീസ് ഒന്നിരിക്കട്ടെ. 48 മണിക്കൂറിനുള്ള മറുപടിയും പറഞ്ഞോളാം. അപ്പം മറ്റേ ആൾക്ക് നോട്ടീസ് കൊടുക്കാത്തത് എന്താ? മറ്റേ ആൾക്ക് ഇനി നോട്ടീസും കൂടി കൊടുത്താൽ അയാൾ എന്തൊക്കെയാ പറയാൻ പോകണമെന്ന് ഒരു പിടിയില്ലാതെ നിങ്ങളെ സമസ്തയെന്നല്ല എല്ലാത്തിൻ്റെയും ആപ്പീസ് കൂട്ടിപ്പോവും. ഈ പറയുന്ന പ്രഭാഷകന് കത്ത് കൊടുത്താൽ, കാരണം ആൾക്ക് ലെവലില്ല എന്തും പറയും. സിംസാറുൽ ഹക്ക് പറഞ്ഞു മാനസിക രോഗമാണ്, ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണമെന്നാണ്. മനസ്സിലായോ? അദ്ദേഹത്തിനെങ്ങാനും നിങ്ങൾ ഈ നോട്ടീസ് 48 മണിക്കൂർ തന്നോന്നോ, ആ മക്കയ്ക്കും മദീനയ്ക്കും പുണ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിഡ്ഢിയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താ വരികയെന്ന് ചോദിച്ചാൽ അയാൾ ഉടനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരും വേറെ ഗുളിക. അയാൾ ചെറിയ ആളാണോ? ലോകം മുഴുവനും അംഗീകരിച്ച അലി മിയാൻ എന്ന അബുൽ ഹസൻ അലി നദ്വി സാഹിബോ അയാളെക്കാൾ താഴെയാണ്, അയാളെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാ. ലോകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പണ്ഡിതന്മാരെയോ ഈ പ്രഭാഷകൻ അംഗീകരിക്കുന്നുണ്ടോ? ലോകത്ത് ഒരാളുമില്ല. എല്ലാത്തിൻ്റെയും മുകളിലാ. മനസ്സിലായോ? മഹദീനെ പറ്റി അറിയാം. മഹദി പുള്ളിയുടെ ചവിട്ടിലോ എന്ന് വർത്താനം പറയാറുണ്ട്. മഹദി എന്ന് വരുമെന്നും പുള്ളിക്കറിയാം. ദജ്ജാൽ എന്ന് വരുമെന്നും അറിയാം. ഇത്രയും കാലമൊക്കെ നമ്മൾ വിചാരിച്ചത് മഹദി നമ്മളുടെ ഇടയിലേക്ക് വരുന്നതാണ്, മഹാന റസൂലുള്ളാഹി പറഞ്ഞ അതാണെന്നാ. ഇപ്പം പറഞ്ഞ അല്ല, ഒരു കോടിക്കണക്കിനുള്ള ഹിന്ദുക്കളിലേക്ക് വരുന്നതാ. ആ ഹൈന്ദവരാണ് മഹദിയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത്. ഒറ്റ കാക്കാനെയും താത്താനെയും കിട്ടൂല മഹദിയെ സ്വീകരിക്കാനെന്നാണ് ഈ പ്രഭാഷകൻ പറയണത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാവുന്ന ഒരു തുണ്ട് കത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? പ്രഭാഷകൻ സമസ്തയുടെ അല്ലേ? എന്തുകൊണ്ട് സമസ്ത കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് സമസ്ത ചോദിക്കുന്നില്ല? ചോദിക്കാതെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇസ്ലാമിനെ ഇയാൾ എന്താക്കും? ഈ ഇസ്ലാമിനെ ഇയാൾ എവിടെ കൊണ്ട് എത്തിക്കും? അള്ളാഹു പരിശുദ്ധ ഇസ്ലാം നമസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് അള്ളാഹിനോട് കാവലിനെ തേടണമെന്ന് ആദരവായ നബി പഠിപ്പിക്കുമ്പോൾ ആ നബിയുടെ ദീനീ പ്രബോധനം നടത്തുന്നു, നബിയുടെ പേരിൽ സ്വലാത്ത് കൂടുതൽ പറയുന്നു, മദ്ഹ് കൂടുതൽ പറയുന്നു എന്നവകാശപ്പെടുന്ന ഈ മനുഷ്യൻ പറയുന്നു മറ്റേ ദജ്ജാൽ നല്ല മനുഷ്യനാണ്. ദജ്ജാൽ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാ. ദജ്ജാലിനെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടും, അത്ര വലിയ നല്ല മനുഷ്യനാണ്. എല്ലാ വിഭാഗക്കാർക്കും ദജ്ജാലിനോട് ഇഷ്ടമാണ്. ദജ്ജാൽ എന്ന് വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതിപ്പോൾ പറയണില്ല, പറയാൻ സമയമായിട്ടില്ല. സമയമായാൽ ഞാൻ പറയാം. എപ്പോൾ വരുമെന്നുള്ള ബോധം എനിക്കുണ്ടെന്ന് ആര് പറഞ്ഞു? ഈ പ്രഭാഷകൻ. ദജ്ജാൽ എന്ന് വരുമെന്ന് എനിക്കറിയാം, ആ ഡേറ്റും അറിയാം, പക്ഷെ ഞാനത് ഇപ്പം പറയുന്നില്ല. ഞാനത് പറയും, ഇപ്പം പറയുന്നില്ല. അപ്പോൾ ദജ്ജാലിൻ്റെ വരവിൻ്റെ ഡേറ്റും ഇദ്ദേഹത്തിന് അറിയാം, മഹദിയുടെ അറിയാം, ഇതൊക്കെ അറിയാം. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞ മൊയ്ലിയാരെ എന്ന് ചോദിക്കാൻ ഒരു ആൺകുട്ടികളോ ഒരു കിതാബോ ഒരു മുസ്ലിയാരോ ഒരു മുഷാവറയോ ഒരു സംഘടനയോ ഇല്ലാതെ പോയത് എന്തുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മറിച്ച് ബഹാവുദ്ദീൻ കുരിയാടിന് നോട്ടീസ് കൊടുക്കണം. കാരണം അയാൾ ലീഗുകാരനാണ്. സമസ്തയുടെ ഇപ്പോഴുള്ള ഈ ഇടതുപക്ഷ ചായവും സുപ്രഭാതത്തിൻ്റെ ഇപ്പോഴുള്ള ഇടതുപക്ഷത്തോടുള്ള അടുക്കാനുള്ള ശ്രമവും കമ്മ്യൂണിസത്തോട് അടുക്കാനുള്ള ശ്രമവും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞത് ബഹാവുദ്ദീൻ കുരിയാടി ചെയ്ത തെറ്റ്, വേറെ തെറ്റൊന്നുമല്ല. സുപ്രഭാതത്തിൻ്റെ ഉദ്ഘാടനം ദഹിക്കൂല കേട്ടോ. മുസ്ലിം ലീഗിനോട് കൂറുള്ള ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു മെമ്പർക്കും ഒരു മുസ്ലിയാർക്കും സഹിക്കൂല ആ സുപ്രഭാതത്തിൻ്റെ പരിപാടി. എന്താ സഹിക്കില്ലാതെ? അതിൻ്റെ അകത്ത് പങ്കെടുത്തില്ല ആര്? സയ്യിദ് മറ്റേ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ പ്രസിഡന്റ്
സയ്യിദ് അബ്ബാസ് അലി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പരിപാടിയിൽ പോയില്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബും പോയില്ല, ലീഗ് നേതാക്കന്മാർ വിട്ടുനിന്നു. അതോടൊപ്പം ബഹുമാന്യനായ ബഹാവുദ്ദീൻ കൂരിയാടും വിട്ടുനിന്നു. അങ്ങനെ വിട്ടുനിന്നപ്പോൾ ആ വിട്ടുനിന്നവരെ കുറിച്ച് പറഞ്ഞ് ആ സുപ്രഭാതം തുടങ്ങിയതിനെ കുറിച്ച് ബഹുമാന്യനായ, ഞാൻ ബഹുമാനം ഒട്ടും കുറച്ച് പറയുന്നില്ല, ആദരണീയനായ ബഹുമാന്യനായ, നമ്മൾ ബഹുമാനിക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്, ബഹുമാനിച്ചേ പറ്റൂ. ബഹുമാനിച്ചില്ലെങ്കിൽ പുന്നാര നബിക്ക് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, എല്ലാ ആദരവും അംഗീകരിച്ചുകൊണ്ടും വകവച്ചുകൊണ്ടും ഒരു കാര്യം ഉണർത്തുകയാണ്. ബഹുമാന്യനായ തങ്ങൾ ആ യോഗത്തിൽ പ്രസംഗിച്ചത് എന്താ? എക്കാലവും ഇങ്ങനെ വാടക വീട്ടിൽ കിടക്കാൻ കഴിയില്ല, ഞങ്ങൾക്കും വേണ്ടേ ഒരു കിടപ്പണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്ന്. ആരെയാ കുത്തിയത്? ആരെയാ കോള് വെച്ച് വർത്താനം പറഞ്ഞത്? ആരോടാ ദ്വയാർത്ഥത്തിലുള്ള സംസാരം? ഇവിടെ ആരാ വാടക വീട്ടിൽ നിങ്ങളെ കിടത്തിയത്? തങ്ങളെ ആര് വാടക വീട്ടിൽ കിടത്തി? ഇത്രയും നാളും ഞങ്ങൾ വാടക വീട്ടിലാണ്, സ്വന്തം വീട് എപ്പോഴെങ്കിലും വേണ്ടേ എന്ന് ആ പ്രസംഗം നടത്തിയത് എന്തിനെ ഉദ്ദേശിച്ച? ആരെ ഉദ്ദേശിച്ച? അത് മുസ്ലിം ലീഗുകാരുടെ നെഞ്ചിലേക്ക് കയറ്റിവിട്ട കഠാരിയാണ്. ആ കഠാരി കൊണ്ടുള്ള മുറിവ് പെട്ടെന്നും അങ്ങനെ ഉണങ്ങൂല മുസ്ലിം ലീഗുകാർക്ക്. അമ്പ് കൊണ്ടുള്ള വ്രണം കാലത്താൽ നികത്തിയിടും, കൊമ്പുകൾ കണ്ടിച്ചാൽ പാതകം കിളർത്തിയിടും. നാവ് കൊണ്ട് മുറിവേൽപ്പിക്കരുത്. തങ്ങളൊക്കെ മാന്യനായ ആളാ, ബഹുമാന്യനായ ആളാ, ആദരണീയനായ ആളാ, വളരെയധികം മുക്തഖണ്ഡമായി പ്രശംസിക്കേണ്ട, ബഹുമാനിക്കേണ്ട, പിൻപറ്റേണ്ട ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അങ്ങാണെങ്കിലും തങ്ങളാ പറഞ്ഞത് ശരിയായില്ല. വാടക വീട്ടിലാണ് എത്രയും നാളും കിടക്കണത്, ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് വീടുണ്ടായി എന്ന് മറ്റും പറയരുത്. അങ്ങനെയൊന്നും പറഞ്ഞ് മുസ്ലിം സമുദായത്തെയും മുസ്ലിം ലീഗിനെ ഒന്നും വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ആ വേദന വലിയ പ്രശ്നം സൃഷ്ടിക്കും. അത് മാത്രമാണോ? ആ പ്രഭാഷണം, ആ ഉദ്ഘാടന വേളയിൽ നടന്ന ഒരു പ്രസംഗം ഉണ്ടായല്ലോ. ആരാ? മന്ത്രി റിയാസ്, മുഹമ്മദ് റിയാസ്. നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പേരാണ്, കാണാൻ കൊള്ളാം, വെളുത്തതാണ്, സുന്ദരനാണ്, മുഹമ്മദ് എന്നാണ് പേര്, റിയാസ് എന്നൊരു പേര് അഡീഷണൽ ഉണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായ ഒരു മുസ്ലിം ആയ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ ക്ലിയറാന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? അദ്ദേഹം ഒരു വിവാഹം കഴിക്കാതെ, നിക്കാഹില്ലാതെ, ഇസ്ലാമികമായ കാഴ്ചപ്പാടൊന്നുമില്ലാതെ ഒരു ഹൈന്ദവ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കുക. നിക്കാഹും വിവാഹം ഒന്നും വേണ്ടല്ലോ. അത് നിങ്ങൾക്കൊക്കെ അറിയാം, പിണറായിയുടെ മകളാ. അതാണല്ലോ നിങ്ങൾ ഈ പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഒരു സാധാരണ മന്ത്രിയാണ്. നിങ്ങൾ ഈ മുഹമ്മദ് റിയാസിനെ വിളിക്കില്ല. മുഹമ്മദ് റിയാസ് പിണറായിയുടെ മരുമോനാ. പിണറായിയുടെ മരുമോനെ പിടിച്ച് സോപ്പിട്ടുക വഴി പിണറായിലേക്കും ആ സോപ്പ് എത്തിയാലാണ് നമുക്ക് KT മാനു മുസ്ലിയാർ തുടങ്ങി നന്നാക്കി തന്ന സ്ഥാപനത്തിൽ ഇന്ന് നടത്തുന്ന തോന്നിവാസങ്ങൾ പുറത്തു പോകാതിരിക്കൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരണം. അതാ കൊണ്ടുവന്നോ പ്രസംഗിപ്പിച്ചോ, നല്ല കാര്യം. ഒരു മന്ത്രിയല്ലേ, വേണം. മന്ത്രിനെ പൊതുപരിപാടിയിൽ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, സമസ്ത മുഷാവറയുടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ, ബഹുമാന്യനായ തങ്ങളൊക്കെ ഇരിക്കുന്ന നേതൃത്വത്തിൽ സുപ്രഭാതം എന്ന സമസ്തയുടെ പത്രത്തിൻ്റെ ഒരു എഡിഷൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു സന്ദേശം മുസ്ലിം സമുദായത്തിലെ യുവാക്കൾക്ക് സമസ്ത തങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. ആ സന്ദേശം കൊടുക്കാൻ പാടില്ല. അത് അപകടകരമായൊരു സന്ദേശം. എന്ത് സന്ദേശം? നിങ്ങൾ ഒരു ഹിന്ദു സ്ത്രീയെ, യുവാക്കളെ, മുസ്ലിം യുവാക്കളെ, നിങ്ങൾ ഒരു ഹിന്ദു സ്ത്രീയെ കൂടെ താമസിപ്പിച്ചുകൊള്ളൂ, നിക്കാഹും വേണ്ട, വിവാഹവും വേണ്ട, അങ്ങനെ ഒരു നിയമവും വേണ്ട, നിങ്ങൾക്ക് എത്രയോ കാലം ജീവിക്കാം. അങ്ങനെ നിങ്ങൾ ജീവിപ്പിച്ചാൽ ഞങ്ങൾ ഈ മുഹമ്മദ് റിയാസിനെ സ്വീകരിച്ചതുപോലെ മാലയിട്ട് നിങ്ങളെ സ്വീകരിക്കും. അതൊരു മോശപ്പെട്ട സന്ദേശമായിപ്പോയി. അതൊരിച്ചിരി മോശപ്പെട്ട സന്ദേശമായിപ്പോയി. കാരണം അദ്ദേഹം അല്ലാതെ വേറെ ഏതെങ്കിലും മന്ത്രിയോ ഒരു ആരെങ്കിലും ആണെങ്കിൽ നമ്മളിത് പറയാൻ പോണില്ല. അദ്ദേഹം മുഹമ്മദ് റിയാസാണേ. അദ്ദേഹം ഇപ്പോൾ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സഹോദരിയാണ്. അവരുടെ ദൃഷ്ടിയിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ഒരാളെ ഒരു മുസ്ലിം സംഘടനയുടെ, മതസംഘടനയുടെ, ആത്മീയ സംഘടനയുടെ ഒരു പത്രത്തിൻ്റെ പുതിയ എഡീഷൻ്റെ ഉദ്ഘാടനത്തിന്, അതും ബഹുമാന്യനായ ജിബ്രീൽ തങ്ങളുടെ സാന്നിധ്യത്തിൽ വിളിച്ചു കൊണ്ടുവന്നിരുത്തുമ്പോൾ, ഞങ്ങളുടെ ഈ കേരളത്തിലുള്ള മഹല്ലുകളിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ളവർ ചിന്തിക്കും, പടച്ചോനെ, എടാ ഞാൻ ആ നിർമ്മലയായിട്ട് അല്ലെങ്കിൽ ശാരദയായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ കുട്ടിയായിട്ട് ചില പ്രേമത്തിലായിരുന്നു. പക്ഷെ ആൾക്കാർ എന്തു പറയുന്നോർത്ത് ഞാൻ കല്യാണം കഴിക്കാതിരിക്കും. ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ,
കാരണം സമസ്ത പ്രസിഡന്റ് വരെ ഈ കാര്യം ചെയ്ത ആളെ കൊണ്ടുവന്ന് ഇരുത്തി അവരുടെ പ്രസംഗം കേട്ട് അവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിരിക്കും. ഈ വിവാഹത്തിന് വലിയ കഴമ്പില്ല, നിക്കാഹിന് വലിയ കഴമ്പില്ല, ഈ പറയപ്പെടുന്നതൊക്കെ ചുമ്മാ തലേക്കെട്ടുകാർ പറഞ്ഞൊപ്പിക്കുന്നതാണ് എന്ന് നമ്മുടെ സാധാസീത ചെറുപ്പക്കാർ ചിന്തിച്ചു പോയാൽ അതിൽ അവരെ കുറ്റം പറയാനില്ലെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ആ ഒരു സന്ദേശം മുസ്ലിം സമുദായത്തിന് കൊടുത്തത് മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചിലേറ്റ് കടാരിയായി പോയി. അല്ലാതെ മന്ത്രിയെ പങ്കെടുപ്പിച്ചതിലോ മന്ത്രി പങ്കെടുത്തതിലോ ഒന്നും നമുക്ക് വരാതില്ല. ഏതായാലും ബഹുമാന്യനായ ഈ ബഹാവുദ്ദീൻ കൂരിയാട് എന്ന് പറയുന്നത് സമസ്തയുടെ ഉന്നതനായ ഒരു പണ്ഡിതനാണ്. ചെറിയ പണ്ഡിതനല്ല, ഉന്നതനായ പണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലും സമസ്ത എന്ന് പറയുന്ന സാധനത്തിന് അഡ്രസ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ട്? ഹുദവികളിലൂടെ. ആ സിംസാർ ലോക്കനെയൊക്കെ കാണുന്നില്ലേ? ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ ദുബായിൽ, അപ്പുറത്ത് ലണ്ടനിൽ, അപ്പുറത്ത് ബ്രിട്ടനിൽ, അപ്പുറത്ത് യൂറോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവിടെയൊക്കെ പോയി ഇംഗ്ലീഷിലപ്പോൾ പോയി ഹിന്ദുവിനിപ്പുറത്ത് ഉറുദുവിനിപ്പുറത്ത് ഇങ്ങനെ കണയില്ലേ? അതൊക്കെ ആ സിംസാറിലൊക്കെ ഉൾപ്പെടെയുള്ള ഉദവികളൊക്കെ ഈ ബഹാവുദ്ദീൻ കൂരിയാടിൻ്റെ സംഭാവനയാ. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന കാഴ്ചപ്പാടാണ്. അതിൻ്റെ ആ ഒരു നന്ദിയെങ്കിലും ഓർത്ത് ആ നോട്ടീസ് ഇച്ചിരി താമസിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. വലിയ തെറ്റൊന്നും ചെയ്യില്ല, മുസ്ലിം ലീഗുകാരനായി പോകുന്നില്ലുള്ളൂ ബഹാവുദ്ദീൻ കൂരിയാട്. ഇതുപോലെ ഒരിക്കലും വേറൊരാളെയും നിങ്ങൾ ഞെക്കിയിട്ടുണ്ട്. ആരാ? നമ്മുടെ ഹക്കീം ഫൈസിയെ. ഹക്കീം ഫൈസി എന്താ ചെയ്തേ? ഹക്കീം ഫൈസി ചെയ്തത് ഇവിടെ ചതഞ്ഞ് ചെരിഞ്ഞ് ഈ പ്രസ്ഥാനം മൊത്തത്തിൽ വെള്ളത്തിച്ചാടിയ കോഴിപ്പട പോലെ നനഞ്ഞ് കവിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിനൊരു ഉണർവുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് കൂടി കുറച്ച് ആൾക്കാർ കൂടി ചിന്തിച്ചപ്പോൾ വഹിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉരുത്തിരിഞ്ഞു വന്നത് അതൊരു വലിയ പ്രസ്ഥാനമായി. അതിന് രണ്ട് കൈ നീട്ടി കേരളക്കരയിലെ മുസ്ലിങ്ങൾ, സമ്പന്നർ, വിദ്യാഭ്യാസമുള്ളവർ, കാഴ്ചപ്പാടുള്ളവർ സ്വീകരിച്ചപ്പോൾ അതൊരു വലിയ പ്രസ്ഥാനമായി മാറി. ആ ഹക്കീം ഫൈസിയെയും നിങ്ങൾ കണ്ണീര് ചാടിപ്പിച്ചു. ബഹാവുദ്ദീൻ കൂരിയാടിന് ഇപ്പം ഈ നോട്ടീസ് കൊടുത്തുകൊണ്ട് കണ്ണീര് ചാടിക്കാൻ ശ്രമിക്കുന്നു. കാരണം അവരൊന്നും വലിയ തെറ്റിയതില്ല. അവരൊക്കെ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് മുൻഗാമികളായ ആലിമീങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാകുന്ന, സാദാത്യങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാകുന്ന മുസ്ലിം ലീഗിൽ നിന്നു എന്നൊരു കുറ്റമല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. വേറെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ആ കാരണത്തിന് വേണ്ടി അവരൊന്നും അത്രയും വേദനിപ്പിച്ചത് ശരിയായില്ല എന്ന വാദമാണ് നമുക്കുള്ളത്. സമസ്തയുടെ അന്തസ്സോടുകൂടെ അതിൻ്റെ പഴമ പിൻപറ്റിക്കൊണ്ട് നിലനിന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ പഴമ നിലനിന്ന് തന്നെ കാണണം. ഇത്തിബാ റസൂൽ, ഇത്തിബാ സഹാബ എല്ലാം പിൻപറ്റി ഉലുൽ അംർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ആ കാളമ്പാടി, ആനക്കര, ബഹുമാനപ്പെട്ട സദഖത്തു ആ മൂപ്പരെയൊക്കെ അവരൊക്കെ ഉലുൽ അംർ അവരൊക്കെ പിൻപറ്റുന്ന, അവരൊക്കെ കൂടി നിർമ്മിച്ച് ആശീർവദിച്ച് പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് കടപ്പുറത്തും അല്ലാതെയും ഒക്കെ നടക്കുന്ന സമ്മേളനങ്ങളിലെ ദുആ നടത്തുന്നത് ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാരെന്ന വലിയാണ്. ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാരാ സംസ്ഥാന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന് ദുആ. CH മുഹമ്മദ് കോയ അപ്പുറത്ത്, ഇപ്പുറത്ത് മറ്റവർ, അപ്പുറത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഇപ്പുറത്ത് അത് വഹാബി, ഇത് എല്ലാം ആണ്. അവർ വഹാബി ഉണ്ട്, മുജാഹിദും ജമാഅത്തും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ വഅ്തസിമു ബിഹബ്ലില്ലാഹ് ജമീഅ വലാ തഫറഖു, ഒരു കുഴപ്പമില്ലാതെ ഈ സമുദായത്തെ സംഘടിപ്പിച്ച് ഒരു വഴിയിൽ അതിൻ്റെ ഉത്തുംഗ ശൃംഖല അതിനെ ഉയർത്താൻ ശ്രമിച്ചു എന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. ആ പണ്ഡിതന്മാരെയൊക്കെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ആ പണ്ഡിതന്മാരുടെ പഴമ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സമസ്തയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആ സമസ്ത അങ്ങനെ തന്നെ നിലനിൽക്കുകയും മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും ഒരു പോറലും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും അതിനെ കുറ്റവാളിയാക്കി സമസ്തയെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആരും നീങ്ങരുതേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.